യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ജസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഓട്സൊക്കെ കഴിച്ചു. പിന്നെ ലഞ്ച് ഞാൻ ഇന്നും രാവിലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഫ്രഷായിട്ട്. അപ്പോൾ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പം അത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ എന്നും ദുആ ചെയ്യും, ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ എന്ന് പറഞ്ഞ് മാനസികമായിട്ട് ഒരു പ്രയർ നടത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവ് കാര്യങ്ങളുകൊണ്ട് നിറയണം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. എത്ര വലിയ റിസ്ക് വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റണം, എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റണം. എത്ര വർക്ക് പ്രഷർ വന്നാലും എന്നെ കൊണ്ട് ഇന്നൊരു ദിവസം ഓഫീസിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു മൈൻഡൊക്കെ ആക്കിയിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങും. അപ്പം ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഗൈസ്, ഞങ്ങളുടെ ലിഫ്റ്റിൽ വന്നിരിക്കുവാണ്. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ എന്നും എൻ്റെ പരിപാടി അവിടുത്തെ മിററിൽ നോക്കി എൻ്റെ സൗന്ദര്യം ആസ്വദിക്കലാണ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് ഏരിയ, ഇതാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ. ഞാനിവിടെ വണ്ടി വരുന്നത് നോക്കി എന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കും. ഇവിടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് എന്നും കാണിച്ചു തരുന്നത്. ഈ ഒരു ഏരിയയിലിരുന്ന് ഞാൻ നല്ല റീൽസൊക്കെ എടുക്കും. അപ്പം ഞാൻ വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. നെച്ചാറാണ് വിളിക്കാൻ വരുന്നത്. നമ്മുടെ ഡ്രൈവർ അവൈലബിൾ ആയിട്ടില്ല, അപ്പോൾ ഇന്ന് HR വിളിക്കാൻ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ HR വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാണ് ഓഫീസിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇനി കുറച്ച് റീൽസൊക്കെ പ്രിപ്പയർ ചെയ്യട്ടെ. എന്തെങ്കിലും ഷോർട്സോ റീൽസോ ഒക്കെ ചെയ്യാമെന്ന് കരുതിയിരുന്നപ്പോഴത്തേക്കിന് ഫാക്ടറിയിൽ നിന്ന് കോൾ വന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഡിസ്കഷനും ഒക്കെ ആയിട്ട് എൻ്റെ വണ്ടി വരുന്നിടം വരെ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ, നമ്മുടെ ഡെലിവറീസും കാര്യങ്ങളും ഒക്കെ രാവിലെ പോകേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അപ്പം നമ്മളതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ടൈമിൽ അവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ കാറ് വന്ന് ഗൈസ്, എന്നെ വിളിക്കാൻ എൻ്റെ HR വന്നു. ഞങ്ങൾ പോവുകയാണ്. നമ്മൾ എന്നും രാവിലെ പോകുമ്പോൾ കാണുന്ന വലിയ വലിയ കമ്പനീസ് ആണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് എമിറേറ്റ്സ് സ്റ്റീലാണ്. ഇതൊരു സെമി ഗവൺമെൻറ് കമ്പനിയാണ്. എമിറേറ്റ്സ് സ്റ്റീലിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഇവിടെ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെയാണ്. ഇത് കഴിയുമ്പോഴത്തേക്കിന് ഒരു റൗണ്ട് ബോട്ട് ഉണ്ട്. ആ റൗണ്ട് ബോട്ടിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റൗണ്ട് ബോട്ടിൽ പോകുമ്പോൾ പ്രത്യേകതരം റൂൾസ് ഒക്കെ ഉണ്ട്. സൈഡിലോട്ട് നോക്കണം, വേറെ വണ്ടി വരുന്നുണ്ടോന്ന്, അല്ലെങ്കിൽ നമ്മളെ വന്ന് ഇടിച്ച് മറിക്കും. ആണോ? ഈ എമിറേറ്റ്സ് സ്റ്റീല് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്ത ഒരു വലിയ കമ്പനിയാണ് ഇനി കാണാൻ പോകുന്നത്, NMDC. ഗൈസ്, ഇത് ലേബർ ക്യാമ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട് ഗൈസ്. ലുലു വരെ ഉണ്ട്.
പിന്നെ മദീന ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ഇതിനകത്ത് എല്ലാ തരം ഫെസിലിറ്റീസും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യത്തിലേക്കുള്ള എൻട്രി ഗൈസ്. എന്നും ഇവിടെ വന്ന് ഞങ്ങൾ പണിയെടുത്തിട്ട് തിരിച്ചു പോകുന്നതാണ് ഗൈസ്. കണ്ടോളൂ, ഇതൊക്കെയാണ് നമ്മുടെ പഴയ റിച്ചസ്റ്റ് കാറുകള് റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ്. അങ്ങനെ നമ്മുടെ ഓഫീസിലെത്തി ഗൈസ്. ആദ്യം ഓഫീസിലെത്തിയ കൊണ്ട് നമ്മൾ പഞ്ച് ചെയ്യണം. അങ്ങനെ പഞ്ചിങ് ഒക്കെ കഴിഞ്ഞു. രാവിലെ ഞാൻ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് എൻ്റെ സിസ്റ്റം ഓൺ ചെയ്തിട്ട് എൻ്റെ മെയിൽസൊക്കെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെയിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ നമുക്ക് വന്നേക്കുന്ന ഓർഡേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ വർക്കുകളുണ്ട്. പിന്നെ നമുക്കൊരു സുലൈമാനിയൊക്കെ തരും രാവിലെ അവർ. അത് കഴിഞ്ഞ് ഇന്ന് 12:30 ആയപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പാൻട്രിയിലോട്ടാണ് പോകുന്നത്. അവിടെ പാൻട്രിയിലോട്ട് ചെന്നപ്പോഴത്തേക്കിന് അവിടെ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആദ്യം ഉണ്ടായിരുന്നു. ഒരു ഹായ് പറയൂ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. നമ്മളപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം ഞാനിന്ന് ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്, ഇതാണ് എൻ്റെ സോസേജ്. ഇന്ന് ഞാൻ സോസേജ് കറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും എന്നും ഇങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് കറീസൊക്കെ ഷെയർ ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു സ്കൂൾ ലൈഫാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഇന്ന് കൊണ്ടുവന്നത് സോസേജ് ഇതാണ്, റോസ്റ്റ് ചെയ്താണ് ഗൈസ്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് ബീട്രൂട്ട് പ്ലസ് പൊട്ടറ്റോ കറിയാണ്. പിന്നെ കണ്ട അറിയത്തില്ല. ഇനി ഒരാളും കൂടെ വരാനുണ്ട്, പാപ്പരാസിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ. രണ്ടുപേരും കൂടെ ഓരോ കറി വീതം കൊണ്ടുവന്നുകൊണ്ട് 2 കറിയുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ അതെ, ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങള് എന്നും ഇങ്ങനെ കറിയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കറിയൊക്കെ ഉണ്ട്. ചില ദിവസം ഒന്നുമില്ല, നമ്മൾ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗൾഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഗൈസ്, പിന്നെ ഇപ്പം ഞാനിന്ന് വെച്ചോണ്ട് വന്ന കറി അടിപൊളിയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നും ഞാൻ വെക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ. എന്താ അല്ലേ ഗൈസ്, നല്ല ടേസ്റ്റ് ആണ്. ഇന്നത്തെ കറിക്ക് ഒരു ചെറിയ മാഗി മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ മാഗി മസാല ഞാൻ ഇട്ടിട്ടേ ഇല്ല, ശരിക്കും ഞാൻ ഇട്ടിട്ടില്ല. ആക്ച്വലി നമ്മളെ ഇറച്ചിക്കറി ഒക്കെ വെക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ സോസേജ് കറി വെച്ചിട്ട് ഫ്രൈ ആക്കി വെക്കുന്നത് ഇപ്പം. പിന്നെ ഞങ്ങൾ വേറെ പറയാനാണെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡിനെ പറ്റി പറയാല്ലേ ഇനി. ഓക്കെ, എന്താ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇച്ചിരി കൂടെ നീങ്ങിയിരുന്ന് എൻ്റെ വ്ളോഗിനകത്ത് മുഖം കാണിച്ചു, കുഴപ്പമില്ല. എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഇത് ഓരോ ടൈമിൽ ഓരോന്നാണ്. അങ്ങനെ ഇന്ന ഫുഡൊന്നും ഇല്ല ശരിക്കും, അങ്ങനെ പറയാൻ വരുന്നില്ല. ഫാസ്റ്റ് ഫുഡ്സ് ആണോ ഇഷ്ടം അതോ നാടൻ ഫുഡ്സ് ആണോ ഇഷ്ടം? നാടൻ. ഓക്കെ, എനിക്ക് നാടനൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ ചക്ക വേവിച്ചത്, കപ്പ വേവിച്ചത്, പിന്നെ നല്ല മീൻകറി, നല്ല ചെമ്മീൻ റോസ്റ്റ്, കണവ റോസ്റ്റ്, പിന്നെ നല്ല മത്തി വറ്റിച്ചത്, പിന്നെ നമ്മുടെ അവിയല്, സാമ്പാർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ എനിക്ക് ഫാസ്റ്റ് ഫുഡിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം KFC ഒക്കെ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അതൊക്കെ ഏതാ ഇഷ്ടം? പെട്ടെന്ന് കഴിക്കുമ്പോ മനസ്സിലൊന്നും വരുമല്ലേ. പിന്നെ എനിക്ക് ഷവർമ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഏതാ ഇഷ്ടം? പിന്നെ എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പായസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടപ്രഥമൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പാൽപ്പായസം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മധുരവും
എനിക്ക് എരിവുള്ളത് എല്ലാം. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലഡുവും ജിലേബിയും ഒക്കെ തിന്നണം ഗൈസ്. ഞങ്ങളുടെ സിയാന അവിടെ റിസപ്ഷനില് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഓരോ സാധനങ്ങളും സ്വീറ്റ്സ് ഒക്കെ. നമ്മൾ ഇടയ്ക്ക് പോയി ഓരോന്ന് ചോദിക്കും. ഞാന് ഇവിടെ നമ്മുടെ കമ്പനിയിൽ കുറെ സ്റ്റാഫൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ആരെങ്കിലും ഒക്കെ നാട്ടിലൊക്കെ പോയിട്ട് വരും. അപ്പം നമുക്ക് എപ്പോഴും എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഏറ്റവും കൂടുതൽ എൻ്റെ ടേബിളിലാണ് ഞാൻ പാത്തു വെക്കും. ഇപ്പൊ ഇവരെല്ലാം വന്നിട്ട് എൻ്റെ ടേബിളെ ഇങ്ങനെ തപ്പും ഇവർക്ക് വിശക്കുമ്പോഴത്തേക്കിന്. ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വീറ്റ്സ് കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ പറയാന്ന് വെച്ചാല് ചോദിക്കും ആദ്യം മധുരമായിട്ടുണ്ടോ സ്റ്റോക്കെല്ലാം ഔട്ടാകുമ്പോഴത്തേക്ക്. അതെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സ്കൂൾ ലൈഫ് മാതിരിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ചോറൊക്കെ കഴിക്കാൻ വരുമ്പോഴത്തേക്കിനും ഒരു സ്കൂളിൽ പണ്ട് നമ്മൾ ഇതുപോലെ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിരുന്ന ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. ഗൈസ്, നമ്മൾ കാത്തിരുന്ന ആള് വന്നു. നോക്ക്, അതിന് മാത്രം വലിയ സംഭവമുള്ള ആളൊന്നും അല്ല. ഇയാളാണ് നമ്മുടെ പർച്ചേസർ. ഓക്കെ, കാണിക്കേ. പർച്ചേസർ ഇന്ന് കൊണ്ടുവന്ന വിഭവം എന്ന് പറഞ്ഞാൽ കപ്പ വേവിച്ചതാണ്. ഇത് കപ്പപ്പുഴുക്കെന്ന് പറയും നമ്മുടെ നാട്ടില്. ഇത് നല്ല ചാളക്കറിയും സൂപ്പർ അല്ലേ ഗൈസ്? നമുക്ക് ചാളക്കറി ഇല്ല, സോസേജ് കറി മാത്രമേ ഉള്ളൂ ഇന്ന്. കപ്പ ഉണ്ടെങ്കിൽ മീൻകറി വേണം. അപ്പം എന്റെ പകുതി ചോറങ്ങ് കൊണ്ടുപോയി. എന്റെ കപ്പ കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ചോറ് കഴിക്കണ്ടേ ഗൈസ്? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗൈസ്. പൊട്ടത്തരം മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഒരു ഗുണവും ഇല്ല കമ്പനിക്ക്. ഒരു ഗുണവും ഇല്ല. പിന്നെ വെറുതെ പേരിന് മാത്രം ഉള്ളൊരു പർച്ചേസർ. അപ്പൊ ഫെലിക്സിന്റെ ഫേവറേറ്റ് ഫുഡ് എന്തൊക്കെയാണ് ഒന്ന് പറ. മുഖം കാണട്ടെ, എന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്റെ മുഖം ഒന്ന് കാണട്ടെ. പറഞ്ഞോളൂ, ഫുഡ് ക്രേവിങ്സ് പറഞ്ഞോളൂ. എന്റെ ശരിക്കും പറഞ്ഞാല് കപ്പയും ബീഫും. കപ്പയും എല്ലും ആണ്. നമ്മുടെ നാട്ടിൽ കപ്പ ബിരിയാണി എന്ന് പറയും. കപ്പയും എല്ല് കറി. ഞാൻ കോട്ടയംകാരനാണ്, നമ്മൾ ചാനശ്ശേരിയാണ്. അപ്പം നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ഇതൊക്കെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പയും എല്ലുവാ. കപ്പ ബിരിയാണി ഉണ്ടാക്കുക, അങ്ങോട്ട് സലാഡ് കൂടെ ഉണ്ടാക്കുക. അതിനെ ഉണ്ടാക്കി സലാഡ് അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കുക. നല്ല അടിപൊളി, നല്ല എരിവ് ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാ. എനിക്കും ഇതാണെങ്കിൽ പറയണത് കപ്പയുടെ കൂടെ നല്ല മീൻകറി, മുളകിട്ട മീൻകറി കിട്ടുവാണെങ്കിൽ കുറച്ച് കപ്പ. അതാണക്ക് വായില് വെള്ളം വരുന്ന വേറെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കപ്പയാ. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മളെ കപ്പ ഇവിടെ ഈ അബുദാബിയിൽ ഇവന് കൃഷി ചെയ്തുണ്ടാക്കിയതാന്നാ ഇവനിപ്പോ പറയുന്നത്. ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അബുദാബി കൃഷി ചെയ്ത് തന്നിട്ട് ഇത് നമ്മളെ കടയിൽ നിന്ന് മേടിച്ച കപ്പ. നമ്മുടെ ചേച്ചിയുടെ കട. കപ്പ തൊലി പൊളിച്ചിട്ട് ഇത് കഷ്ണമായിട്ട് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അത് വെന്ത് വരുന്ന ടൈമിൽ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇടുക. ഇതെന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്, അല്ലാതെ നിന്റെ കുക്കറി ഷോ അല്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി കഴിച്ചിട്ട് എന്റെ ബാക്കി ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെ കാണിക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ ഇനി നെക്സ്റ്റ് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വർക്ക്സൊക്കെ വന്നിട്ടുണ്ട്. ആ വർക്ക്സൊക്കെ ചെയ്ത് തീർക്കണം. ഞാൻ എൻ്റെ വർക്ക്സൊക്കെ ചെയ്യട്ടെ. പെട്ടെന്ന് എനിക്കൊരു ഹെൽപ്പ് ആവശ്യമായിട്ട് വന്നു. ഞാൻ നമ്മുടെ പർച്ചേസറെ വിളിച്ചു. പർച്ചേസറെ കാണിച്ചു തരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 6:30 ആയപ്പോഴത്തേക്കിന് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഡേ ഇൻ മൈ ലൈഫ്. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ പോകാൻ വേണ്ടിയുള്ള തിരക്ക് കൂട്ടിയിലാണ്. ഗൈസ്, ഞാൻ എല്ലാം വേഗം ക്ലോസിങ്ങിലാണ്. ഇവിടെ ഇപ്പം 6:30 കഴിഞ്ഞു. അല്ലെ വണ്ടി എന്നെ വിട്ടേച്ചങ്ങ് പോകും ഗൈസ്. എന്താണ് അവസ്ഥ? വണ്ടിയൊന്നും പോകത്തില്ല. ഇന്ന്
ചെലവ് ചെയ്തിട്ടുള്ള പോക്കേ ഉള്ളൂ. കേക്കാത്ത കണക്ക് ഇരിക്കുന്നുണ്ടല്ലേ? ചെലവിനെ പറ്റി എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേക്കാത്ത കണക്ക് ഇരുന്നോ? എന്റെ കൊളീഗ്സ് എന്നോട് ലൈസൻസ് ഒക്കെ കിട്ടിയതിന്റെ ചെലവ് ചോദിക്കുവാണ് ഗൈസ്. അത് 4 പേർക്ക് കൊടുത്തു. ഇനി 2 പേർക്ക് ഇന്നലെ കുറച്ചു പേർക്ക് കൊടുത്തു ഗൈസ്. പോലും കറക്റ്റ് സമയത്ത് കണ്ടു പിടിക്കപ്പെട്ടു. ട്രീറ്റ് കൊടുക്കുന്നത് കണ്ടു പിടിക്കപ്പെട്ടു. ജോയിനിങ് ഡേയുടെ ട്രീറ്റ് ഇനിയും ബാക്കിയുണ്ട് 2 പേർക്ക്. ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് ഇതുവരെ ഇപ്പോഴും എന്റെ അടുത്ത് ജോയിൻ ഡേയുടെ ട്രീറ്റും ചോദിച്ച് നടക്കുവാണ്. അപ്പൊ നമ്മള് സിസ്റ്റം എല്ലാം ക്ലോസ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് വീട്ടിലോട്ടുള്ള ജേണി കാണാം. അങ്ങനെ പഞ്ച് ചെയ്തു വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് ഞങ്ങള്. ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോകാൻ വേണ്ടി എല്ലാവരും വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാറിൽ കയറി. അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങി. സമയം ഇപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട്. യൂഷ്വലി 6 മണി വരെയാണ് ഡ്യൂട്ടി. പിന്നെ കുറച്ച് വർക്ക് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇതിന് വർക്ക് ചെയ്തു. നല്ല റഷുണ്ട്. ഒരു മൺഡേ ടു ഒരു തേഴ്സ്ഡേ വരെ നല്ല റഷാണ് നമുക്ക്. Gotcha! Voilà, Martin. I'll only check for the spray. The back side से नजर ही नहीं आती है. ആകാശത്തോട്ട് നോക്കിയപ്പോൾ ഇന്നൊരു പ്രത്യേകതര ഒരു പരുന്തിൻ്റെ രൂപത്തിൽ ക്ലൗഡ് ഇങ്ങനെ സെറ്റായി നിൽക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ റൂമിലൊക്കെ എത്തി, ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ചു, ദുആ ചെയ്തു. അങ്ങനെ ഇന്നത്തെ എൻ്റെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.